നമസ്കാരം. ഇന്നലെ തുടങ്ങി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് ന്യൂസാണ്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ MSC എൽസ എന്ന് പറയുന്നത് ഈ ഒരു ഫീഡർഷിപ്പ് മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 900 കപ്പലുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ഒരു കപ്പലാണിത്. ഈ കാണുന്നതെല്ലാം MSCയുടെ മദർഷിപ്പുകളാണ്. മദർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഏകദേശം 2000-ലധികം കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയ ഷിപ്പിനെയാണ് മദർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ ഇതിൻ്റെ ഒരു ഫീഡർ ഷിപ്പാണ്. ഈ കാണുന്ന പോലെ ചെറിയൊരു ഷിപ്പ്, ചെറിയ ഡിസ്റ്റൻസിൽ കാർഗോ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീഡർ ഷിപ്പൊക്കെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിൽ കാർഗോ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മദർഷിപ്പുകളെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന MSC എൽസ 3 ഏകദേശം 620 ഫീറ്റ് ഇക്വലന്റ് കണ്ടെയ്നറുകളാണുള്ളത്. MSC എൽസ 3 മുഴുവൻ ക്രൂവിനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി മറ്റൊരു ഷിപ്പിലേക്ക് മാറ്റിയിരുന്ന ഒരു വാർത്തയാണത്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ഈ ഒരു ലൈഫ് സേവിംഗ് എക്യുപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്റർനാഷണൽ മറൈൻ റൂൾ പ്രകാരം എല്ലാ ഷിപ്പുകളിലും അല്ലെങ്കിൽ കടലിൽ വർക്ക് ചെയ്യേണ്ട എല്ലാ വെസലുകളിലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ലൈഫ് സേവിംഗ് എക്യുപ്മെന്റ് ആണ് ലൈഫ് റാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം, അപ്പോൾ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന വെസലിലെ ചെറിയൊരു ലൈഫ് റാഫ്റ്റ് ആണ്. എല്ലാ ലൈഫ് റാഫ്റ്റുകൾക്കും മാക്സിമം കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്രൂവിന്റെ എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള ലൈഫ് റാഫ്റ്റ് നമുക്ക് എല്ലാ വെസലുകളിലും വേണമെന്നാണ് ഇന്റർനാഷണൽ മറൈൻ റൂൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ലൈഫ് റാഫ്റ്റുകൾക്ക് ഉള്ളിൽ വെള്ളവും അതേപോലെ തന്നെ മെഡിക്കൽ സപ്ലിമെന്റ്സും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. വർഷത്തിലൊരിക്കൽ ഈ ഒരു ലൈഫ് റാഫ്റ്റ് പുറത്തയച്ചിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തിരിക്കും. പലതരത്തിലുള്ള ലൈഫ് റാഫ്റ്റുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡവിറ്റ് ലോഞ്ചർ ടൈപ്പ് ലൈഫ് റാഫ്റ്റും അതേപോലെ തന്നെ ത്രോ ഓവർബോർഡ് ടൈപ്പ് ലൈഫ് റാഫ്റ്റുകളാണ്. ഡവിറ്റ് ലോഞ്ചർ ടൈപ്പ് ലൈഫ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ വെച്ച് വെള്ളത്തിലേക്ക് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ലൗഞ്ച് ചെയ്യുന്നതും, അതേപോലെ ത്രോ ഓവർബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൂ തന്നെ ഒരു എമർജൻസി സമയത്ത് വെള്ളത്തിലേക്ക് എറിയുന്ന ടൈപ്പുള്ള ലൈഫ് റാഫ്റ്റാണ്. ഇപ്പം ഞാൻ കാണിച്ചത് നമ്മുടെ വെസലിലുള്ളത് ത്രോ ഓവർബോർഡ് ടൈപ്പുള്ള ലൈഫ് റാഫ്റ്റാണ്. ഇപ്പം മുങ്ങിക്കൊണ്ടിരിക്കുന്ന MSC എൽസ 3 നിന്നുള്ള കാർഗോൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പലരും പല റൂമുകളിലും പറയുന്നുണ്ട് മറൈൻ ഗ്യാസ് ഓയിലാണ് അതുപോലെ തന്നെ കെമിക്കലാണെന്നൊക്കെ. എന്തെങ്കിലും വ്യക്തമായ ഡീറ്റെയിൽസ് വരുന്നവരെ നമ്മുടെ തീരപ്രദേശത്തുള്ളവർ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കുക. നമ്മുടെ ഗവൺമെൻറ് തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക.